തുടക്കത്തില് നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്, അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ കടന്നു വന്നവർ ഇത് നേരിടുന്നവരായിരിക്കും അല്ലെ. ഈ സ്റ്റാർട്ടിങ്ങിൽ ഉള്ള റിയാലിറ്റി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് നമ്മൾ തുടക്കത്തിൽ നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത്, ഒരു കോൺഫിഡൻസ് കുറവുണ്ട് അല്ലെ. കോൺഫിഡൻസ് കുറവുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഇല്ല അല്ലെ. പല ആളുകൾക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ ആയിട്ടുണ്ടാവും, എന്നിട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ആളുകളോട് സംസാരിക്കാൻ പേടി. പല ആളുകളും ചിലപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഒക്കെ വലിയ വലിയ ആളുകളൊക്കെ ആയിരിക്കും അല്ലെ. രണ്ടുപേരോടൊക്കെ സംസാരിക്കുമ്പോൾ നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും മിണ്ടില്ല, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അല്ലെങ്കിലും ഇപ്പോ നമുക്ക് നമ്മുടെ ചെയ്യുമെന്നുള്ള ഒരു ഭയം അല്ലെ. അവർ റിജക്റ്റ് ചെയ്യോ, വേണ്ടാന്ന് പറയോ, അങ്ങനെയുള്ളൊരു പേടി നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ. അങ്ങനെയുള്ളൊരു ഭയം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മള് ഉള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ, ഒരു ഡിഫിക്കൽട്ട്, ഒരു പ്രശ്നങ്ങൾ എന്താണ്, നമ്മൾ ചിലപ്പോ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ കിടന്ന് ഇടിക്കുന്നുണ്ടാവും അല്ലെ. ഒരു പ്രസന്റേഷൻ കൊടുക്കാൻ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്, നമ്മൾ ചിലപ്പോൾ അതൊന്നും മറന്നിട്ടുണ്ടാവില്ല അല്ലെ. നമ്മുടെ ആദ്യത്തെ പ്രസന്റേഷൻ ആരും മറന്നിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ഇടിക്കും, വേർഡ്സ് ഒന്നും വരില്ല, നമ്മൾ ചിലപ്പോൾ പറഞ്ഞതൊക്കെ കൊളായിട്ടുണ്ടാവും. അതൊക്കെ എല്ലാവർക്കും വന്നിട്ടുള്ളതായിരിക്കും അല്ലെ. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി പ്രോബ്ലംസ്, ഒരു സ്ഥിരമില്ലായ്മ ഉണ്ടാവും നമുക്ക്. ചിലപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ റിസൾട്ട് വൈകുന്ന ഒരു കാര്യങ്ങൾ അല്ലെ, റിസൾട്ട് ഡിലേ ആവാം. എല്ലാവർക്കും സ്റ്റാർട്ടിങ്ങിൽ റിസൾട്ട് ഡിലേ ആവുന്ന ഇത് സ്വാഭാവികമാണ്. എല്ലാവരും ചിലപ്പോൾ കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കില്ലേ, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടാവും, അവരൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെ റിസൾട്ട് വൈകുമ്പോൾ അവരാരും ഇല്ല. അപ്പോൾ റിസൾട്ട് വൈകണ എല്ലാവരും നമ്മളോടൊപ്പം വന്നവർ ചിലപ്പോൾ കയറി പോയിട്ടുണ്ടാവും, അവർക്ക് ഇങ്ങൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോഴും നമ്മളെ റിസൾട്ടിനെ കുറിച്ചിട്ട് നമ്മൾ ഉള്ള ടെൻഷൻ നമുക്ക് ഉണ്ടാവും അല്ലെ. വൈകുന്നത് കൊണ്ടുള്ള ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിങ് ടഫ് ആയതുകൊണ്ട് അതൊരിക്കലും ഫെയിലിയർ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു നോർമൽ പ്രോസസ്സാണ്. സ്റ്റാർട്ടിങ്ങിൽ ഈ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം നോർമൽ ആണെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മള് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ അത്രയും ക്ലിയർ അല്ലാത്തത് കൊണ്ടാണെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ആകെ ടെൻഷൻ അടിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യരുത്. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മൾക്ക് ഇവിടെ എല്ലാം നോർമൽ ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. ഇതൊക്കെ നേരിട്ടിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. കോമൺ നെഗറ്റീവ്സ് മെമ്പേഴ്സ് ഫേസ്, നമ്മളെ നെഗറ്റീവ്സ് ഫേസ് ചെയ്യുന്ന അല്ലെ, കോമൺ ആയിട്ട് നമ്മൾ നെഗറ്റീവ്സ് ഫേസ് ചെയ്യുന്ന ഇത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ലൈഫിൽ അല്ലെ, ശരിക്കും പറഞ്ഞാല് നമ്മള് നെഗറ്റീവ് കേൾക്കാത്തവരായിട്ടുള്ള ആളുകളൊന്നും ഉണ്ടാവില്ല അല്ലെ. നമ്മുടെ ജീവിതത്തിൽ എന്തിനും അവിടെ നെഗറ്റീവ്സ് ഉണ്ടാവും അല്ലെ. പോസിറ്റീവ് സൈഡ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും തുടക്കം മുതൽ അല്ലെ, നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ നമുക്ക് അവിടുത്തെ നെഗറ്റീവ്സ് ഒക്കെ കേൾക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ജോയിൻ ചെയ്ത കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനായില്ലേ. അതെന്തുകൊണ്ടാണ്? നമ്മൾ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവ്സ് ഉണ്ട്. നമുക്ക് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ജേണിയിൽ നമ്മുടെ കഴിവൊന്നല്ല ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്, നമ്മുടെ ഈ ഒരു നെഗറ്റിവിറ്റി ആണ് എല്ലായിടത്തും ഉള്ളത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കൂടുതലും നമ്മൾ ഫസ്റ്റില് നമുക്ക് നെഗറ്റിവിറ്റി വരുന്നത് എവിടുന്നാ? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് അല്ലെ. ഫാമിലിയിൽ നിന്നാണ് നമ്മൾക്ക് ആദ്യം ഈ നെഗറ്റിവിറ്റി വരുന്നത്. അത് ഒരു അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് അറിയില്ല, അവർക്ക് ഇതെന്താണെന്നൊന്നും അറിയാത്ത ഒരു പ്രശ്നം കൊണ്ട് അവർ ചോദിക്കില്ലേ, ഇത് ശരിയാണോ, ഇത് ലീഗലായിട്ടാണോ, ഇത് നീ ചെയ്താൽ ശരിയാവോ, സേഫ് ആണോ, അങ്ങനെയൊക്കെ ചോദിക്കൂലേ. നിനക്ക് പറ്റുമോ, നിന്റെ ടൈം വെറുതെ കളയാണ്, നിനക്ക് നല്ല പഠിപ്പുള്ളതല്ലേ, വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളായിരിക്കില്ലേ നമ്മുടെ ഫാമിലിയിലുള്ളത്.
അപ്പോൾ ആരായാലും നമ്മുടെ ഹസ്ബൻഡ് ആയാലും നമ്മുടെ പേരൻസ് ആയാലും എല്ലാവരും നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ ഡൗൺ ചെയ്യാനൊന്നല്ല അല്ലെ, നമ്മളെ താഴ്ത്താനൊന്നും അവരൊന്നും പറയില്ല. എന്തായാലും നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ഹസ്ബൻഡിനായാലും നമ്മുടെ വൈഫിനായാലും നമ്മുടെ മക്കൾക്കായാലും നമ്മുടെ പേരൻസിനായാലും നമ്മൾ ഉയർന്നു വരുന്നത് കാണാനേ അവർക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഒരിക്കലും നമ്മളെ ഡൗൺ ചെയ്യാനൊന്നല്ല അവർ ഇതൊക്കെ പറയുന്നത്. അവർക്കൊരു ക്ലാരിറ്റി കുറവുണ്ട് അല്ലെ. ആ ക്ലാരിറ്റി കുറവ് മാറ്റാൻ വേണ്ടിയിട്ടാണ് മാറുന്നത് വരെ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവും. ചിലർക്ക് നല്ല ഫാമിലി സപ്പോർട്ട് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് അവരുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്, സപ്പോർട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ അവൾ ചെയ്താൽ വിജയിക്കുന്നുള്ള ഒരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മള് മറ്റുള്ളവർ ഫാമിലിയിൽ സപ്പോർട്ട് ഉണ്ട്, സപ്പോർട്ട് ഇല്ലാത്ത എനിക്ക് പറ്റില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ഒരുപാട് വ്യക്തികളെ ചിലപ്പോ റാങ്കിൽ നിൽക്കുന്ന ഓരോ റാങ്കിൽ നിൽക്കുന്ന ആളുകൾക്കും ഇതുവരെ ഒരു ഫാമിലി സപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. എന്നിട്ടും അവര് റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്യുന്നു, ഇൻകം വാങ്ങുന്നു നമ്മൾ കാണുന്നുണ്ട്. അപ്പോ അത് ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രശ്നം വിചാരിക്കരുത്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെ, പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നാണ് അല്ലെ. അവരിൽ നിന്നാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അവര് സീരിയസ് ആയിട്ടൊന്നും എടുക്കില്ല അല്ലെ. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ട്സിനോട് എന്തായാലും പറയില്ലേ. അപ്പോ അവര് സ്റ്റാർട്ടിങ്ങിൽ ചോദിക്കുക നിനക്ക് എന്താണ് വട്ടുണ്ടോ അങ്ങനൊക്കെ ചോദിക്കില്ലേ. തമാശയിലൂടെ ആയിരിക്കും അവര് കാണാം. അല്ലെങ്കിൽ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണേന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ വരെ നമ്മളോടൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോ അവര് സീരിയസ് ആയിട്ട് ഒരിക്കലും എടുക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. നമ്മൾക്ക് അവര് ഒരു സപ്പോർട്ട് തരുന്ന ഒരു ദിവസം വരും. നമ്മൾ സക്സസ് ആയി കാണുന്ന സമയത്ത് അവര് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യും എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ പോവാം. അപ്പൊ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സെൽഫ് ഡൗട്ട് അല്ലെ. സെൽഫ് ഡൗട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾക്ക് പുറത്തുള്ള നെഗറ്റീവ് ഒന്നും ചിലപ്പോൾ ഉണ്ടാവുന്നില്ല. അതിനേക്കാളും വലുത് നമ്മളെ തന്നെ താഴ്ത്തുന്നതായിരിക്കും. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. എനിക്ക് പറ്റില്ല, ഇത് പ്രശ്നമാണ്, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു കൂട്ടും. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാവർക്കും ഉള്ളതാണ്, സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നതാണ്. അപ്പൊ ആർക്കായാലും അല്ലെ, എത്ര വലിയ ലീഡർ ആയാലും അവർക്കൊരു നിമിഷം തോന്നിയിട്ടുണ്ടാവും ഇത് എനിക്ക് പറ്റില്ല, ഞാൻ ശരിയാവില്ല എന്ന് തോന്നിയിട്ടില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല ഇവിടെ. എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അപ്പോ ഒരു പ്രോസസ്സ് അതൊരു നോർമലാണ്. നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാവും. നമുക്ക് ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മളോടൊപ്പം വന്നവരൊക്കെ അവർക്ക് ഇൻകം വാങ്ങുന്ന ഒരു റാങ്ക് അപ്ഡേറ്റ് ചെയ്തു പോകുന്നു ഒക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നാം. ഞാനും അത് അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ ഒരുപാട് നാളെടുത്തിട്ടാണ് എൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് റാങ്കിലേക്ക് ഞാൻ എത്തിയത്. അത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് റാങ്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഒരുപാട് നാളുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോർമലാണ്, അതെല്ലാവർക്കും നോർമലാണ്, എല്ലാവർക്കും വിചാരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കരുത്. വിശ്വസിച്ച് കഴിഞ്ഞാലാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അത് ഡേഞ്ചർ ആയിട്ട് മാറുന്നത് അല്ലെ. ഞാൻ ഒരു തെറ്റായ ഒരാളാണെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വിശ്വസിക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ. അപ്പോ നമ്മളെ വിശ്വസിക്കുക. എന്ത് കാര്യത്തിലായാലും അത് നമ്മൾ തെറ്റാണെന്നുള്ളത് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അത് വിശ്വസിച്ച് പോകുമ്പോഴാണ് അവിടെ ഡേഞ്ചർ ആയിട്ട് മാറുന്നത്. അല്ലാതെ ഇന്ന് നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ട് മാറും, നാളത്തെ 7am കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എനർജി വരില്ലേ. അങ്ങനെയൊക്കെ അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ 7am കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കേൾക്കുന്നത് അല്ലെ, നമുക്കൊരു എനർജി കിട്ടാനായിട്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പോണത് അല്ലെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ച് കൂട്ടിയിട്ട് ഇന്ന് തന്നെ അത് നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കാം. നമ്മൾ സെൽഫ് ഡൗട്ട് എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്, അത് നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്പാരിസൺ ചെയ്യുക. ഒരു കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ
വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ അല്ലെ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് നമ്മൾ നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രശ്നങ്ങൾ വരും. അല്ലെ അവരെ നോക്കാം എപ്പോഴും. നമ്മളെ ചിന്തിക്കുന്നതിന് പകരം എപ്പോഴും മറ്റുള്ളവരെ നോക്കാം, കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ സ്ലോ ആവും. നമുക്ക് അവർ അച്ചീവ് ചെയ്ത് പോവും, നമ്മൾ സ്ലോ ആവും, നമ്മുടെ മോട്ടിവേഷൻ അടക്കം കുറഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. അതുപോലെ ലോ റെസ്പോൺസിലെ നമ്മള് ഫസ്റ്റ് തന്നെ പറയുമ്പോൾ ആരും തന്നെ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ആളുകൾ ഇഗ്നോർ ചെയ്യാം, അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ അല്ലേ, അതൊന്നും റിജക്ഷൻ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ നമ്മുടെ പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മൾ എല്ലാവരോട് പറയുമ്പോൾ തന്നെ എല്ലാവരും വരണം എന്നൊന്നില്ല. നമ്മൾ പറയുമ്പോൾ തന്നെ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ആയിരിക്കും പിന്നെ 1-2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളത് അവർ ഇന്ന് നോ പറഞ്ഞെങ്കിൽ നമ്മളത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു പ്രോസസ്സാണ് അല്ലെ. അവര് ചിലപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും കൂടിയായിട്ടായിരിക്കും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയണത്. നമ്മുടെ ലീഡേഴ്സ് പറയില്ല, നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, പ്രസന്റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയാറുണ്ട് അല്ലെ. ഇപ്പൊ 10 ആളോട് പറഞ്ഞാല് 2 പേര് യെസ് പറഞ്ഞാൽ നമുക്ക് സക്സസ് ആയില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നല്ല ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ചു വരാം. അപ്പോൾ നമ്മൾ ലോ റെസ്പോൺസ് ആണ് എല്ലാവരിൽ നിന്നും കിട്ടുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇരിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഫിറ്റ് ചെയ്താലോ എന്നുള്ളൊരു ചിന്ത അല്ലെ, ഒരിക്കലും ഫിറ്റ് ചെയ്ത് പോയാലോ, ഞാൻ ഇവിടെ നിന്ന് പോയാലോ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകള് ഫിറ്റ് ചെയ്യില്ല, ഇവിടുന്ന് പോവാനായിട്ട് അവരൊരിക്കലും തീരുമാനിക്കില്ല എന്നുള്ളതാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഓരോ ആളുകളുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും നെഗറ്റീവ്സ് ഹാൻഡിൽ ചെയ്യാൻ അറിയാനായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അതിനു വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാനാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് പറയുന്നത്. നമ്മളെപ്പോഴും പ്ലാൻ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഏത് പ്രോഗ്രാം ആയാലും അതിലിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് സക്സസിലേക്ക് മാറുള്ളൂ. നമ്മുടെ നെഗറ്റീവ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയുമ്പോഴാണ് നമ്മളവിടെ രക്ഷപ്പെടുന്നത്. ടേണിംഗ് പോയിന്റ് അല്ലെ, നമുക്കൊരു ടേണിംഗ് പോയിന്റ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളായിരിക്കും അല്ലെ. ഒരു ടേണിംഗ് പോയിന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെ, ചിലർ സക്സസ് ആവുന്നുണ്ട്, എനിക്ക് ഒരു ടേണിംഗ് പോയിന്റ് കിട്ടിയാലോ, അങ്ങനെ അവരെ പോലെ എനിക്കും സക്സസ് ആവണം, അങ്ങനെയൊക്കെ ഉള്ള ചിന്തിക്കുന്ന ആളുകളുണ്ടാവും അല്ലെ. എവിടെ ആയാലും ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് ആ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അത് പെട്ടെന്നൊന്നും നമുക്ക് കിട്ടുന്നതല്ലേ അല്ലെ. ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്താൽ മാത്രമേ ആ ടേണിംഗ് പോയിന്റിലേക്ക് കിട്ടുള്ളൂ. ഇത് സ്ലോലി ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റൈറ്റ് ഡയറക്ഷൻ കാണിക്കാൻ ഒരാളുണ്ടാവും എന്നുള്ളതാണ് അല്ലെ. ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു നല്ലൊരു നമ്മുടെ ഒരു ലീഡർ, ഒരു മെന്റർ ഉണ്ടാവും നമ്മളെ റൈറ്റ് ആയിട്ട് നമ്മളൊന്ന് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോവാൻ, നമ്മളൊന്ന് വഴി കാട്ടി തരാനായിട്ട് ഒരാൾ നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പൊ തന്നെ നമുക്ക് സ്ട്രഗിൾ കുറയും അല്ലെ. നമുക്ക് നമ്മളെ മീറ്റിങ്ങിൽ കയറാനായിട്ട് അതൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മളെ ഓരോ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യിക്കുന്നതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് അല്ലെ. ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എപ്പോഴാണ് മീറ്റിങ്ങുകൾ കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളായിരിക്കും, മറന്നു പോകുന്ന ആളുകളായിരിക്കില്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്താനൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു മെന്റർ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് ഉണ്ടാവണത് ഈ ഒരു സമയത്താണ്. അതുപോലെ തന്നെ ടീം സപ്പോർട്ട് ഉണ്ടാവും. നമുക്ക് എന്തായാലും ഒറ്റക്ക് ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മളെ ഈ ഒരു മേഖല എന്ന് പറയുന്നത് നമുക്ക് ടീമായിട്ടേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവരൊന്നും വേണ്ട, എനിക്ക് ഞാൻ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കൊരു ടീമിന്റെ ഒപ്പം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ടീം സപ്പോർട്ടിലൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ എത്താനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡെയിലി ആക്ഷൻ ചെയ്യാം. അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഡെയിലി കൺസിസ്റ്റന്റ് ആക്ഷൻ. ഒരു കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മളെ ലീഡർമാരെല്ലാവരും പറയാറുണ്ട് അല്ലെ, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് ചെയ്ത് നാളെ ചെയ്യില്ല അങ്ങനെ നമ്മൾ പോകരുത്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആക്ഷൻ എടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. നമ്മളിപ്പോ ജിമ്മിൽ പോകുന്ന ഉദാഹരണങ്ങൾ തന്നെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ഇപ്പോ നല്ല തടിയുള്ള ഒരാള്, 2 ആളുകളുണ്ട്, അതിലൊരാള് എന്നും ജിമ്മിൽ പോകുന്നുണ്ട്, മറ്റാള് പോകുന്നില്ല. അപ്പൊ ഒരു ജിമ്മിൽ പോകുന്ന ആൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും ഉണ്ടാവും.
മറ്റാള് അതിനേക്കാളും പ്രശ്നം അനുഭവിച്ചിരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പോ അതാണ് വ്യത്യാസം. നമ്മൾ ഡെയിലി നമ്മൾ കറക്റ്റ് ആക്ഷൻ എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവിടെ സക്സസ് ആവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഫോളോവിങ് സിസ്റ്റം അല്ലെ. നമുക്കൊരു ട്രെയിനിങ് സിസ്റ്റം ഉണ്ട്. നമുക്കിവിടെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യണം എന്ന് നമ്മളിവിടെ വരുമ്പോ തന്നെ നമ്മളോട് ലീഡേഴ്സ് പറയുന്നുണ്ട് അല്ലെ. ആ സിസ്റ്റം നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഇപ്പൊ ഇവിടെ സക്സസ് ആയിട്ടുള്ള ആളുകളൊക്കെ അവര് ഫോളോ ചെയ്തിട്ടുണ്ടാവുക, ഒരു നല്ലൊരു സിസ്റ്റം ഫോളോ ചെയ്തിട്ടുള്ളവർ മാത്രമേ സക്സസ് ആയിട്ടുണ്ടാവുള്ളൂ അല്ലെ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് ഫാസ്റ്റ് ആവും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെ അല്ലെ, നമ്മൾക്ക് ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വെച്ചിട്ടുള്ളത്? നമുക്ക് മെഗാ 7am എന്തിനാണ് വെച്ചിട്ടുള്ളത്? നമ്മളെക്കാളും ഇവിടെ നമ്മുടെ ഗ്രേറ്റ് ലീഡർമാർ വന്നിട്ടുള്ള അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവര് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് എന്തിനാണ് പറഞ്ഞത്? നമ്മള് അവരെ ഫോളോ ചെയ്യാനായിട്ട് അല്ലെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഏതാണോ നിങ്ങൾക്ക് മാച്ച് ആയിട്ട് തോന്നുന്ന ഒരു ആരെയാണോ ഫോളോ ചെയ്യാനായിട്ട് തോന്നുന്നത്, അവരുടെ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും മടിക്കരുത്. അത് തന്നെയാണ് സക്സസിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെലിബ്രേറ്റിംഗ് സ്മോൾ വിൻസ്. നമുക്ക് ഇവിടെ അല്ലെ ഒരു പ്രത്യേകത നമ്മുടെ വിജയക്കാട്ടിലുണ്ട് അല്ലെ. നമ്മളെ ചെറിയ ചെറിയ നമ്മുടെ വിജയങ്ങളൊക്കെ നമ്മള് സെലിബ്രേറ്റ് ചെയ്യൂലേ. എന്തായാലും നമ്മള് സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് മാനേജർ, ഏത് റാങ്ക് ആയാലും നമുക്ക് ഇവിടെ ഒരു നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു 7amലോ ഒരു MCയോ ഒരു പ്ലാനോ എന്ത് പ്രസന്റ് ചെയ്താലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അതൊക്കെ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഓരോ കാര്യങ്ങളും, ഞാന് പോസ്റ്റർ ഉണ്ടാക്കാൻ പഠിച്ചതായാലും അതൊക്കെ നമ്മളെ ലീഡേഴ്സ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കില്ലല്ലേ. നല്ല ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞാല് അത് എന്തായാലും അവരത് പറയും. അപ്പം അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിസിപ്ലിൻ ഉണ്ടാവാം. നമുക്ക് ഡിസിപ്ലിനുള്ള ആളുകള് തീർച്ചയായിട്ടും അവരെപ്പോഴും പെർമനന്റ് ആയിരിക്കും അല്ലെ. ഒരു സ്ഥിരമായിട്ട് അവർ ചെയ്യുന്നതായിരിക്കും. അവർക്കൊരു വേറെ ഒരു ചേഞ്ചിങ് ഇല്ല അവിടെ. ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവിടെ മൂടില്ലെങ്കിലും അല്ലെ, നമുക്ക് ഇന്ന് മൂടില്ല, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് വയ്യ, ഇന്ന് ഈ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ആരും ഡിസിപ്ലിൻ ഉള്ള ആളുകളാണെങ്കിൽ അങ്ങനെ മൂടില്ല എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യാത്തവരല്ല. അവര് മൂടില്ലെങ്കിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നവരാണ് ഡിസിപ്ലിൻ ഉള്ളവർ. അവിടെയാണ് സക്സസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാവുന്നതല്ല, അത് കറക്റ്റ് നമ്മളത് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ നമ്മളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഓരോ ചെറിയ ആക്ഷൻസും ദിവസവും ചെറിയ ആക്ഷൻസും നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. പേഴ്സണൽ ചേഞ്ചസ് ഇൻ മെമ്പേഴ്സ്. നമ്മുടെ ഈ ഒരു ജേണിയിൽ അല്ലെ, നമ്മുടെ ഈ ഒരു ഫിസിക്കാർഡ് ജേണിയിൽ നമുക്ക് ഉണ്ടാവുന്ന പേഴ്സണൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇൻകം മാത്രല്ല അല്ലെ, നമ്മുടെ ഒരു പുതിയൊരു വേർഷൻ ലൈഫാണ് നമുക്കിവിടെ കിട്ടുന്നത് അല്ലെ. നമ്മൾ ഒരിക്കലും അല്ലെ ഒരു മാറ്റം നമ്മളിലേക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊക്കെ എനിക്ക് സംസാരിക്കാനും ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കാനും പറ്റുന്നു എന്നുള്ളത്. നമ്മള് ഒരു എന്തെങ്കിലും ചെറിയൊരു വരുമാനം പ്രതീക്ഷിച്ചെങ്കിലും നമുക്ക് ഇവിടെ വന്നുകൊണ്ട് ഒരു മീറ്റിങ്ങിൽ പോലും കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇംഗത്തിലേക്കാളുപരി നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇതുപോലുള്ള ഓരോ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്ന സമയത്താണ് അല്ലെ. അപ്പോ നമുക്ക് ഇവിടെ ലൈഫിൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന, പേഴ്സണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാല് കോൺഫിഡൻസ് അല്ലെ. ഫസ്റ്റ് തന്നെ കോൺഫിഡൻസ് ആണ് അല്ലെ. ഇവിടെ വന്നിട്ട് ഇത് ലീഡർമാരോട് കോൺഫിഡൻസ് ഉണ്ടാവില്ലേ? കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. അവരെ ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ആളുകളോട് പേടി കൂടാതെ സംസാരിക്കാനുള്ള ഒരു കഴിവ് തന്നെയാണ് അല്ലെ. നമ്മള് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചിലപ്പോ ഒരാളോട് സംസാരിക്കാനുള്ള ഒരു എങ്ങനെ ഞാൻ ഇത് മറ്റുള്ളവരോട് പറയും എന്ന ചിന്തയായിരിക്കും അല്ലെ ഉണ്ടാവാം. ഞാനിവിടെ വന്നപ്പം എന്റെ